സർ, ഈ മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നീ മേഖലകളിലൊക്കെ തിരച്ചിൽ ഏതാണ്ട് ഒരു 10% മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴും വീടുകളുടെ മുകളിൽ വരെ മണ്ണും ചെളിയും ഈ വൃക്ഷങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുകയാണ്. ഇനി അത് ഒന്ന് ഈ മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ചൊന്ന് തുരന്ന് നോക്കിയാൽ മാത്രമേ അതിനുള്ളിൽ മൃതദേഹങ്ങളുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റൂ. ഏതാണ്ട് 200 പേരെ ഇപ്പോഴും കാണുന്നില്ല എന്ന് പറയുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് മരണം 360 രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായിരിക്കും ഇനി അവിടെ ചെയ്യുക? അവിടെ ഇനി ചെയ്യാനൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെട്ടിമുടി ദുരന്തത്തിലും ഇങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് എൻ്റെ ഓർമ്മയിൽ ഏകദേശം 28 പേരോ മറ്റോ ഇതുപോലെ കാണാതെ പോയി. അവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെടുക്കാൻ പ്രായോഗികമായിട്ട് സാധ്യമല്ല. മണ്ണിനടിയിലൊക്കെ പെട്ടുപോയി, അല്ലെങ്കിൽ ഒഴുക്കിൽ പെട്ടുപോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 വെള്ളച്ചാട്ടങ്ങളിലൂടെ കടന്ന് ചാലിയാർപ്പുഴയിലേക്കൊരു മൃതദേഹം എത്തിക്കഴിയുമ്പോൾ അത് പീസായി പോകും. അതെ, ഒന്നും കിട്ടില്ല. ഒരു മൃതദേഹത്തിൻ്റെ കഷ്ണം പട്ടി കടിച്ചു പറിക്കുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ബഹളമൊക്കെ വെച്ച് പോലീസിനെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ആരുടെ ശരീരത്തിൻ്റെ ഏത് കഷ്ണമാണെന്ന് തിരിച്ചറിഞ്ഞുകൂടാ. എല്ലും അല്പം മാംസവുമുള്ള ഒരു ഭാഗം. ഇങ്ങനെയൊക്കെ അത് പോകും. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. ഇപ്പോൾ കാണാതെ പോയി എന്ന് പറയുന്നവരുടെ കണക്ക് തന്നെ അത്ര കൃത്യമൊന്നും ആകണമെന്നില്ല. എത്ര പേരുണ്ടായി എന്നുള്ളതിന് ആർക്കും കണക്കില്ലല്ലോ. അതെ, പോപ്പുലേഷൻ ഇങ്ങനെ ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്നത് വൈത്തിരി താലൂക്കിൽ 41% സ്ഥലം വീടുകൾ അപഹരിച്ചിരിക്കുകയാണ്. 29% സ്ഥലം റോഡിന് വേണ്ടി പോയി. 17% കടകൾക്കും കമ്പോളങ്ങൾക്കുമായിട്ട് പോയി. 10% തോട്ടങ്ങളാണ്. 3% കാടുള്ളൂ. വെറും 3% ഏരിയയാണ് കാട്. ബാക്കി മൊത്തം കയ്യേറ്റമാണെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി അതിൻ്റെ സ്വാഭാവിക നിലയ്ക്ക് നിൽക്കുന്നത് വെറും 3%. ബാക്കി 97% മനുഷ്യൻ പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവിടെ പെരുമാറുകയാണല്ലോ. കുഴിക്കും കെട്ടും, പല നില കെട്ടിടങ്ങൾ വരും, ഇങ്ങനെയൊക്കെ വരും. മേപ്പാടി പഞ്ചായത്തിൻ്റെ അവർ കൊടുത്തിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ ശരാശരി 350 പുതിയ ബിൽഡിങ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പഞ്ചായത്തിൽ 350 കെട്ടിടങ്ങൾ വെച്ച് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താവും? ഇതെല്ലാം ഈ സ്ലാൻഡഡ് പോർഷനാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ. അതെ, ഇതിനെ തടഞ്ഞു നിർത്തുന്നത് അവിടെ ഇവിടെയുള്ള പാറക്കെട്ടുകളാണ്. ഈ പാറ പൊട്ടിച്ച് ക്വാറിയുടെ ആവശ്യത്തിന് എടുക്കും. അപ്പോൾ പിന്നെ ലൂസ് സാൻഡാണ് നിൽക്കുന്നത്. അത് വെള്ളം കൂടെ വീണ് കഴിയുമ്പോൾ പിണ്ണാക്ക് പോലെ അലിഞ്ഞിട്ട് വീഴും. നമ്മൾ ഈ ബിസ്ക്കറ്റ് പാലിൽ മുക്കുമല്ലോ, മുക്കുമ്പോൾ ആ മുക്കിയ പോർഷൻ പലപ്പോഴും അടർന്ന് പാലിലങ്ങ് വീഴുന്നതാണ്. ഇതുപോലെയാണ് നനഞ്ഞ മണ്ണ്. അതിന് അപ്പോൾ ആശ്രയമില്ല, അതങ്ങ് താഴത്തേക്ക് ഇരിക്കും. അത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ എല്ലാവരും തീരപ്രദേശം ശാന്തമാണ്, അതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതിലും ഭീകരാവസ്ഥ ഒരുപക്ഷെ ഉണ്ടാകുമ്പോൾ ഒന്ന് തീരപ്രദേശത്തായിരിക്കും, കടൽ പ്രദേശത്ത്. കടലിനെ എല്ലാവരും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. കടൽ കുഴപ്പമില്ല, നമുക്ക് ഭിത്തി കെട്ടിയിട്ടുണ്ട്, കടൽ ഭിത്തി. എന്ത് പുല്ലാണെന്നറിയാമോ കടലിന് ഈ ഭിത്തിയൊക്കെ? ടെട്രാപോഡ് ഇട്ടു, അതിട്ടു. കടലിങ്ങനെ നോക്കി, ശരി, മണൽ ചാക്ക്, ടെട്രാപോഡ്, പിന്നെ കരിങ്കല്ലിൻ്റെ വലിയ ഭിത്തി, ഒരു 1.25 പൊക്കത്തിൽ ചെറായിലൊക്കെ കരിങ്കല്ലിൻ്റെ ഭിത്തി കെട്ടിട്ടുണ്ട്. കടലപ്പുറത്താണെന്ന് നമുക്ക് ഒച്ച കൊണ്ടേ മനസ്സിലാവുള്ളൂ. കാണാൻ പോലും പറ്റില്ല. കാണാൻ പറ്റില്ല. ഈ ഭിത്തിയിലേക്ക് കയറാൻ ചില സ്ഥലത്ത് അവർ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചവിട്ടി കയറി അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴാണ് അപ്പുറത്തെ ഭീകരാവസ്ഥ മനസ്സിലാക്കുന്നത്. ആ കടൽ ഭിത്തിയുടെ തൊട്ടടുത്ത് വരെ കടൽ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫോഴ്സ് കണ്ടാൽ നമുക്കറിയാം ഈ കടൽ ഭിത്തിയൊന്നും കടലിനൊരു പ്രശ്നമല്ല. ആ കാലവർഷത്തിൽ പലപ്പോഴും അന്ന് ഈ ഭിത്തിയും ആയിട്ട് കുത്തി ഇടിച്ച് പൊങ്ങി കടലിങ്ങനെ മറിയുന്നത് കാണാം. ആരും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു പരിസ്ഥിതി പ്രശ്നമായിട്ട് ആർക്കും തോന്നുന്നുമില്ല. ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞപ്പോൾ
എല്ലാവരും മുല്ലപ്പെരിയാർ പൊട്ടുന്നു. എത്ര വീഡിയോ ആണെന്നറിയാമോ? മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും, മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും. വിഴിഞ്ഞത്തെപ്പറ്റി ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. വിഴിഞ്ഞത്തിൻ്റെ വടക്കോട്ട് കടലെടുക്കുന്നു, തെക്കോട്ട് കടൽ പുറകോട്ട് മാറുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആരും ഒന്നും മിണ്ടില്ല. വിഴിഞ്ഞത്തിന് വടക്ക് വശം, അത് ശംഖുമുഖമാകാം, ഈവൻ വർക്കലയാവാം, ഒരു ദിവസം കടലിങ്ങ് കയറി വരും. അപ്പോൾ അവിടെ നമ്മൾ കരച്ചിൽ തുടങ്ങും. നമ്മൾ ഒന്നിൽ നിന്നും പഠിക്കില്ല, തോന്നിയ ആവശ്യം ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ കുറേ ബഹളമൊക്കെ വയ്ക്കും. ഇപ്പോൾ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ഇവിടെ എല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മരിച്ചവരുടെ കാര്യം പോയി. ഞാൻ അവരോട് ബഹുമാനമില്ലാഞ്ഞിട്ട് പറയുകയല്ല. അതൊരു വ്യർത്ഥ വ്യായാമമാണ്. ഇനിയും മണ്ണിൽ കുഴിച്ച് ഏതെങ്കിലും ഒരു അസ്ഥി കഷ്ണം എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ വരും. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അത് നടക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ എവിടെ താമസിപ്പിക്കാൻ പോകുന്നു? അവർക്ക് സ്ഥലം എവിടെ? അതൊരു പ്രധാന പ്രശ്നമില്ല. ഇപ്പം 4-5 ദിവസമായി നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര കുടുംബങ്ങളുണ്ട്, അവരെ ഇന്ന സ്ഥലത്താണ് നമ്മൾ താമസിപ്പിക്കാൻ പോകുന്നത് എന്നെങ്കിലും തീരുമാനമായോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. DNA പരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇപ്പോൾ 5-ാം ദിവസം 6-ാം ദിവസം മറ്റുമാണ്. ഇന്നാണ് മന്ത്രിസഭ കൂടിയിട്ട് അതിനൊരു തീരുമാനമാക്കിയിരിക്കുന്നത്. അത് കൃഷിമന്ത്രി അനൗൺസ് ചെയ്തു, ഇന്ന രീതിയിലൊക്കെ ചെയ്യും, നമ്പർ ഇട്ട് വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ സ്ലോയാണ് നമ്മളുടെ പോക്ക്. ഇപ്പോൾ അവിടെ 348 കെട്ടിടങ്ങൾ, അത് വീടുകൾ ഉൾപ്പെടെ പോയി എന്നാണ് റവന്യൂ വകുപ്പിൻ്റെ കണക്ക്. പക്ഷേ പഞ്ചായത്ത് പറയുന്നത് വീട് മാത്രമേ 547 എണ്ണം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നഷ്ടം സംഭവിച്ചു. ഇനി 7000 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. സാധാരണഗതിയിൽ 1-1.5 കിലോമീറ്റർ ദൂരം ഉരുൾ പൊട്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ പക്ഷേ 5.5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ ദൂരം വരെ വന്നു. അപ്പോൾ അത്രയും ഭാഗത്ത് മുഴുവൻ വീടുകളും ഇപ്പോഴും ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ആ വീടുകളിലുള്ള രേഖകൾ, അപ്പോൾ അതിനകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പലരും ഈ രേഖകൾ തപ്പി ആ വീടുകളിലേക്ക് ചെളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം മറ്റ് വീടുകൾ എടുത്തില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രകോപനം സൃഷ്ടിക്കും. അവിടെ തെരച്ചിൽ നടത്തിയില്ല, 10% തെരച്ചിൽ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുമോ? ഇല്ല, അതിജീവിക്കുന്നത് സമയം കൊണ്ടാണ്. പലപ്പോഴും സർക്കാർ ഇതിനെ അതിജീവിക്കുന്നത് സമയം കൊണ്ട്. വേറൊരു പ്രശ്നം വരുന്നവരെ മാധ്യമങ്ങൾ, പുതിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ ഈ പ്രഷർ പോകും. ഞാൻ ഇന്നലെയും സിനിജിയോട് പറഞ്ഞില്ലേ, ഒരു ഡോക്യുമെൻറ്റും ഇല്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അയാളുടെ വീട് എവിടെയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. കാരണം മൊത്തം ലാൻഡ്സ്കേപ്പ് മാറി. വീട് എവിടെയായിരുന്നു എന്ന് അയാൾക്കറിയില്ല. അയാളുടെ കയ്യിൽ അയാളുടെ ID കാർഡില്ല, ഇലക്ഷൻ കാർഡില്ല, റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ഒന്നുമില്ല അയാൾക്ക്. എന്ത് ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരു പൗരനെ നിങ്ങൾ? അപ്പോൾ അവൾ താഴേന്ന് തുടങ്ങി വില്ലേജ് ഓഫീസർ പറയും, നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല. തഹസിൽദാർ അടുത്ത് പോവും, ജില്ലാ കളക്ടർ അടുത്ത് പോവും, അങ്ങനെ പോയി മന്ത്രിസഭയിലെ സെക്രട്ടറിയില്ല, അവിടെയും കയറി ഇറങ്ങിയൊക്കെ നടക്കും. ഇതാദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് സംഭവിച്ചതിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ദുരിതാശ്വാസം ഇവർ പറയില്ല, മരിച്ചവർക്കെല്ലാം 5 ലക്ഷം രൂപ വെച്ച് ധനസഹായം പ്രഖ്യാപിച്ചു. ഈ ധനസഹായം വാങ്ങാൻ ചെല്ലുമ്പോഴാണ് നിങ്ങൾ മോഹൻദാസ് ആണെന്നുള്ളതിന് തെളിവ് എവിടെ? ഇതാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ തെളിവില്ല, സകല തെളിവും നഷ്ടപ്പെട്ടു. ഞാൻ മോഹൻദാസ് ആണെന്ന് എന്നെ പരിചയമുള്ള 1-2 പേര് പറയുന്നത് ഇയാൾ മോഹൻദാസ് ആണെന്ന്. അതുകൊണ്ട് സർക്കാരിന് ഇത് കടലാസ് വേണം. കടലാസില്ലാതെ ഇത് കിടക്കും. ഫലത്തിൽ ഈ പറഞ്ഞ ദുരിതാശ്വാസ തുക എനിക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ എത്രയോ പേരുണ്ട്. അവർ പരാതിയായിട്ട് തെക്കുടക്കൊക്കെ നടക്കും കുറേ കാലം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി അവർ ജീവിക്കണമല്ലോ മനുഷ്യന്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലോകമൊന്നുമല്ല ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സംസാരിക്കുന്നത് നമ്മൾ പോലും ഇവരെ മറക്കും. അതാണ് പൊതുവേ ദുരന്തങ്ങളുടെ ഒരു സ്വഭാവം. ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഇനി എന്തായാലും ആളുകൾ താമസിക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ അവരെ പൊതുവായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ചുമതല സർക്കാരിനായിരിക്കും. പല ആളുകളും പൈസ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെ ഒരു പൊതുസ്ഥലം കണ്ടെത്തി താമസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങേണ്ട സമയം ആയില്ലേ? ആയി. സ്ഥലം കണ്ടെത്തും. ആദ്യം സ്ഥലം കണ്ടെത്തണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. കണ്ടെത്താനുള്ള ആലോചനകളില്ല. ഒരു സ്ഥലം കണ്ടെത്തണം, അത് അക്വയർ ചെയ്യണം, അത് ലെവൽ ചെയ്യണം, എന്നിട്ട് അവിടെ പൈൽസ് അടിക്കും. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാമെന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല.
അതൊക്കെ ഇസ്രായേലിനെ കണ്ടുപഠിക്കുക. ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയല്ലോ, ഒരുപാട് ബിൽഡിംഗ് അത് ഇതൊക്കെ തകർന്നു. ഈ അവർ 3 മാസം മുമ്പ് മുതൽ തന്നെ, ഇപ്പോൾ 9 മാസമായി അവരുടെ യുദ്ധം തുടങ്ങിയിട്ട്, യുദ്ധം തുടങ്ങി 5-6 മാസമായപ്പോൾ തന്നെ അവർ റീകൺസ്ട്രക്ഷനും തുടങ്ങി. ബോംബിൽ നശിച്ചു പോയ കെട്ടിടങ്ങൾ രണ്ടാമത് നിർമ്മിക്കാൻ തുടങ്ങി. വ്യാപകമായിട്ട് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു. 100,000 പേർക്ക് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് റിലീസ് ചെയ്തു. അതിൽ 7,000 പേര് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ അവരോട് തൽക്കാലം പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ 7,000 പോയി കഴിഞ്ഞാൽ ബാക്കി 93,000 പേര് അവിടെ പോകുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അവരിത് കണ്ടിട്ടാണ് ഇതും ഒരു യുദ്ധം ഒരു ദുരന്തമാണ് എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം, അത് ചെയ്യുമ്പോൾ പോലും. എന്നിട്ടും അവർ ഈ റീകൺസ്ട്രക്ഷന് വേണ്ടി ശ്രമിക്കുന്നു. നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പോൾ ദിവസം ഇത്രയായി സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാമെന്നൊരു ജോലി പോലും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മണ്ണ് മുഴുവൻ മാറ്റി ഈ വീടുകളിൽ നിന്നുള്ള ഒരു തെരച്ചിൽ, അത് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനി ആ പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മീഡിയാസിൻ്റെ അടുത്ത് ഇവർ തന്നെ പറയുന്നുണ്ട്. കുറേ ബന്ധുക്കളാണ് പറയുന്നത്, ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു, എൻ്റെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു, ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് തെരച്ചാൽ ബോഡി കിട്ടും എന്നൊക്കെ പറയും. അപ്പം സർക്കാരിന് ആ പദ്ധതി ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോൾ ഉപേക്ഷിക്കാം, കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും നിരാശരാകും. ഇതിങ്ങനെ കിളച്ച് എവിടെ പോകാനാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. ഈ കാണാതായ മനുഷ്യൻ കുറച്ച് ദിവസം ഭൂമിക്കടിയിൽ കിടന്നാലേ പിന്നീട് ആ ബോഡി കിട്ടില്ലല്ലോ. അപ്പം മനുഷ്യൻ അതിനോട് വില്ലിങ് ആവുക, ഞങ്ങളുടെ ബന്ധുക്കളെ ഇനി തിരയേണ്ട, അത് ജീർണിച്ചു പോകും. വില്ലിങ് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും? അർജുനെ നിങ്ങൾ എന്ത് ചെയ്തു? അർജുനെ മറന്നില്ലേ? മറന്നു എന്ന് വെച്ചാൽ കിട്ടില്ല, എവിടെയോ പോയി, ഇപ്പോൾ കഴിഞ്ഞു. അത് തന്നെ. അപ്പം അതുപോലെ ഈ വിധിയുമായിട്ട് യാഥാർത്ഥ്യമായിട്ട് മനുഷ്യൻ പൊരുത്തപ്പെടും കുറച്ച് ദിവസം കഴിയുമ്പോൾ. തുടക്കത്തിൽ വലിയ പ്രയാസമാണ്, അത് വലിയ മാനസികാഘാതമാണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മെല്ലെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടേണ്ടി വരും. കാരണം അനന്തമായിട്ട് നമുക്കിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കണമല്ലോ. അതിൽ കിട്ടിയത് കിട്ടി, കിട്ടാത്തത് പോയി. അപ്പോൾ ഈ അവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഉണ്ടല്ലോ, ചിലർ വണ്ടി ഓടിച്ച്, ചിലർ കച്ചവടം ചെയ്തൊക്കെ ചെയ്തല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്, അവർ പലരും ഇന്നലെ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്ന കേട്ടോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? കടം എടുത്തവരുണ്ട് ബാങ്കിൽ നിന്നൊക്കെ, ആ ലോൺ ഞങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അടിയന്തരമായിട്ട് സർക്കാർ അതിന് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. ഈ സർക്കാർ പകച്ചു നിൽക്കാൻ പാടില്ല അപകടങ്ങളുടെ മുമ്പിൽ. അപകടത്തിൽ പെട്ടയാൾ പകച്ചു നിൽക്കുന്നു. ഞാൻ അപകടത്തിൽപ്പെട്ടു, ഞാൻ പകച്ചു പോകും, എൻ്റെ ബാലൻസ് തെറ്റിപ്പോകും. എന്നെ രക്ഷിക്കാൻ ബാധ്യതയുള്ള സുനിജി പരിഭ്രമിച്ച് ഞെട്ടിത്തരിച്ച് നിന്നാലോ? അത് പാടില്ലല്ലോ. സുനിജി പ്രസൻസ് ഓഫ് മൈൻഡ് വിടാൻ പാടില്ല. അപ്പോൾ സർക്കാർ ഒരു കാരണവശാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകാൻ പാടില്ല. സർക്കാർ ബാലൻസ്ഡായിട്ട്, കൂളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ ഒരാൾക്കാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഇന്നതാണ്, ഇനി ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഐഡിയ കൊടുക്കണം. അതിനായിട്ടാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ മോഹൻലാലൊക്കെ വന്നു പോയി, മോഹൻലാൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കും. അതല്ലാതെ മോഹൻലാലിന് സ്ഥലം അക്വയർ ചെയ്യാനോ പിടിക്കാനോ ഉള്ള അധികാരമൊന്നുമില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്, പക്ഷേ അവരുടെ കയ്യിലല്ല അധികാരം സർക്കാരിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് സർക്കാർ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം, എങ്കിലേ പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സർക്കാർ ഇനിയെങ്കിലും തുറന്നു പറയണം, അങ്ങനെയാണോ പറയുന്നത്? അതെ. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവും? നമ്മുടെ മുൻകാല അനുഭവം വെച്ചിട്ട് സർക്കാർ എപ്പോഴും, കാരണം ഇത്രയും പേരാണ്. ശരി, ഇതുവരെ ഉണ്ടായില്ല, ഇനിയെങ്കിലും ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ എളുപ്പമാണ്. ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.